2:8 സ്മുർണയിലെ ദൂതൻ എഴുതുക. ഇപ്പൊ രണ്ടാമത്തെ സഭയിലേക്ക് ദൈവം കടന്നു, യേശു കടന്നു. മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായുള്ളവൻ അരുളി ചെയ്യുന്നു. 7 സഭകളിൽ ഏറ്റവും സ്നേഹത്തോടെ കുറ്റമൊന്നുമില്ലാതെ യേശു സംസാരിക്കുന്ന ഒരു സഭയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സ്മുർണയിലെ സഭയാണ്. സ്മുർണയിലെ സഭയിലെ ദൂതനെ എഴുതുക. റോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും കടുത്ത പീഡനം ഉണ്ടായിരുന്ന ഒരു നഗരമായിരുന്നു ഈ സ്മുർണ എന്ന് പറയുന്നത്. ക്രൈസ്തവർക്ക് ജീവൻ ഉറപ്പില്ലാത്തൊരു സ്ഥലം. കാരണം ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞാൽ അവിടെ അവരെ പീഡിപ്പിച്ച് കൊല്ലുക, ജീവന് യാതൊരു ഉറപ്പുമില്ല. ഒന്നാലോചിച്ച് നോക്കി, ആദ്യമ കാലഘട്ടത്തിൽ എന്തോരം കഷ്ടങ്ങളായിരുന്നു അവർ അന്നവിടെ സഹിച്ചത്. അവരുടെ ഒരു തീഷ്ണത ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അത്രയും ജീവൻ ഉറപ്പില്ലാത്തൊരു സ്ഥലത്ത് നിന്നൊരു സഭയായിരുന്നു ഇത്. സഭയുടെ പുറമെ നല്ലതൊന്നുമില്ല, നിൽക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും അവർക്കില്ല. യേശുവിന്റെ കണ്ണിൽ അവർ ശുദ്ധമായതാണ്. അത്രയും തീഷ്ണതയിലൂടെ കടന്നു വന്നെങ്കിൽ അവരെ കാണുന്ന കണ്ണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ളവരുതായിട്ടാണ് യേശുവിന് തോന്നുന്നത്. നമ്മൾ ആലോചിക്കാൻ, നമ്മുടെ ചുറ്റും ഇന്ന് എന്തെല്ലാം വസ്ത്രങ്ങളിലാണ് ആ പരീക്ഷകളിലൊക്കെ തികഞ്ഞു നിൽക്കുന്നെങ്കിൽ യേശു നമ്മളോടും പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഏറ്റവും ശുദ്ധമായിട്ടുള്ള സ്മുർണയിലെ സഭയുടെ ദൂതൻ എഴുതാൻ വേണ്ടിയിട്ട് യേശു പറയുകയാണ്. അവിടെ സഭ കൂടുതൽ പീഡനത്തിലായിരുന്നു. അവർക്ക് തടങ്കലുണ്ടായിരുന്നു, പീഡനം ഉണ്ടായിരുന്നു, മരണഭീഷണിയായിരുന്നു, അവരെ എല്ലാവരും നിഷേധിച്ച് കളഞ്ഞിരുന്നു. അവർക്ക് നിർബന്ധപരമായിട്ട് അവർക്ക് പല വിധത്തിലുള്ള നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ഉപദ്രവം ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. ഇങ്ങനെയുള്ള സഭയോടാണ് യേശു പറഞ്ഞത്, ഞാനും മരിച്ചവനായിരുന്നു, നിങ്ങളിപ്പം മരിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കുമല്ലേ, നിങ്ങളെ ഇതേപോലെ മരണപര്യന്തമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയല്ലേ, ജീവന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? നിങ്ങൾ ഒരു കാര്യം ആലോചിക്കൂ, ഞാനും മരിച്ചവനായിരുന്നു, നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ മരണം നേരിടുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു, നിങ്ങൾ മരണം ഭയപ്പെടേണ്ട, ഞാൻ അതുവഴി കടന്നു പോയവനാണ്. അവിടെ ആ മരിച്ചവനായിരുന്നു. കാരണം അത്രയും മരിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് സ്മുർണ സഭ പൊക്കോണ്ടിരുന്നത്. നമ്മൾ അനുഭവിക്കുന്ന പീഡനങ്ങളെല്ലാം അറിഞ്ഞ ഒരു യോദ്ധാവ് തന്നെയാണ് യേശു ക്രിസ്തു. കഷ്ടത, പീഡനങ്ങള്, വേദന, ആകുലത, വിരോധം, ഭീഷണികൾ, കഷ്ടകാലം. സ്മുർണ സഭ റോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ക്രൂരമായി പീഡനം നേരിട്ട സഭയായിരുന്നു സ്മുർണ. യേശു പറയുന്നത്, നിന്റെ എല്ലാ വേദനയും ഞാൻ കാണുന്നു, നിന്റെ പോരാട്ടം ഞാൻ അറിയുന്നു, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കഷ്ടത കണ്ടു, നിന്റെ കഷ്ടതയും 2:9 പറയുന്നതാണ്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും. നീ ധനവാനാകുന്നു താനും, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ. നിന്റെ ദാരിദ്ര്യം, സ്മുർണ സഭയിലെ ക്രൈസ്തവർ തൊഴിലിൽ നിന്ന് പുറത്താക്കി. അവരെ എന്ത് ചെയ്ത്? അന്നത്തെ കാലഘട്ടത്തിൽ അവർ പൊക്കോണ്ടിരുന്ന തൊഴിലുകളിൽ നിന്ന് അവരെ പുറത്താക്കി. അപ്പോൾ തന്നെ ആലോചിക്കുക, തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കും അവർ ജീവിച്ചത്. ക്രിസ്തുവിനെ ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പല ദാരിദ്ര്യങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. അവരുടെ ജോലികൾ തടസ്സപ്പെടുത്തി. പിശാചിന്റെ ഏറ്റവും വലിയൊരു ആക്രമണം ഇതാണ്. ഇന്ന് നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് വരേണ്ടുന്ന അനുഗ്രഹങ്ങളെ പിശാച് അങ്ങ് തടസ്സപ്പെടുത്തും. ആ തടസ്സപ്പെടുത്തുമ്പോൾ ചില വ്യക്തികൾ അതിന് കൂട്ട് നിന്നു കൊടുക്കും. ചില വ്യക്തികളിലൂടെയാണ് ഇത് തടസ്സപ്പെടുത്തുന്നത്. ഇവിടെ എന്ത് ചെയ്തു? സ്മുർണയിലെ ക്രൈസ്തവർ നേരിട്ടൊരു കാര്യമാണ്, തൊഴിലിൽ നിന്ന് അവരെ പുറത്താക്കി. അവരുടെ വീടുകളെയും സ്വത്തുക്കളെയും വസ്തുക്കളെയും ഒക്കെ ഈ അധികാരികൾ പിടിച്ചെടുത്തു. അവർക്ക് വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചില്ല. മൊത്തത്തിൽ ആ സമൂഹത്തിൽ നിന്നും അവരെ ഒറ്റപ്പെടുത്തി. റോമൻ പൗരന്മാരുമായിട്ടുള്ള ഇടപാടുകൾ അവിടെ നിരോധിച്ചു. അതുകൊണ്ട് തന്നെ അവർ അത്യന്തം ദരിദ്രരായി, അത്യന്തം അവർ കഷ്ടത്തിലായി, അവർ ദാരിദ്ര്യം അനുഭവിച്ചു. അവിടെ നമ്മളോടൊരു വാക്കിതാണ്, ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ ദാരിദ്ര്യങ്ങളൊക്കെ, ഈ അവസ്ഥകളൊക്കെ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാകാം. ഇങ്ങനത്തെ ദാരിദ്ര്യത്തിലൂടെ കടത്തിവിടും. ആ കടത്തിവിടുമ്പോഴും ആലോചിക്കുക, നിന്നെ വിട്ട് യേശു മാറിയിട്ടില്ല, യേശു നിന്റെ കൂടെ ഉണ്ട്, നീ ധനവാനാകുന്നതാനും. അവിടെ
ആ സ്മുർണ സഭയിലുള്ള വ്യക്തികൾ നേരത്തെ നല്ല ധനവാന്മാരായിരുന്നു. പക്ഷെ നേരത്തെ ധനം ഉണ്ടായിട്ടും ഇതേ കഷ്ടങ്ങൾ വന്നപ്പോ അവര് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഇവിടെ യേശു വേറൊരു ധനം കൂടി കാണുന്നുണ്ട്. ആത്മീയ ധനം. നീ ഭൗതികമായിട്ടുള്ള നിനക്ക് സകല ധനങ്ങളും നിനക്ക് നഷ്ടമായി നീ ദാരിദ്ര്യത്തിലായെങ്കിൽ ആത്മീയമായിട്ടൊരു ധനം നിനക്കുണ്ട്. വിശ്വാസം എന്ന് പറയുന്ന ധനം, സ്ഥിരത എന്ന് പറയുന്ന ധനം, വിശ്വസ്തത എന്ന് പറയുന്ന ധനം, ശുദ്ധിയും സഹനവുമായിട്ടുള്ള ധനം, ആത്മാർത്ഥതയോടുള്ള ദൈവത്തോടു കൂടി നിൽക്കുന്ന ഒരു ധനം, അനുഗ്രഹപരമായിട്ടുള്ള ദൈവത്തിന്റെ ഒരു അടുത്തിരിക്കുന്ന ഒരു ധനം നിനക്കുണ്ട്. അങ്ങനെയുള്ള ആത്മീയ ധനങ്ങൾ നിനക്കുണ്ട്. അവരുടെ പീഡനയും കഷ്ടതയും തന്നെ അവരെ ദൈവത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നമാക്കി. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ചു കൊള്ളുക. ചില കഷ്ടതകളും ദാരിദ്ര്യവും ചില ഒറ്റപ്പെടുത്തലുകളും വരുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്പന്നതയുടെ ലിസ്റ്റിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. വിഷമിക്കണ്ട. യേശു നിന്നെ വിട്ടുപോയിട്ടില്ല. യേശു എന്നെ വിട്ടുപോയിട്ടില്ല. യേശു നമുക്കൊപ്പമുണ്ട്. ഈ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും യേശു നമുക്കൊപ്പമുണ്ട്. തങ്ങളെ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല. യഹൂദർ ദൈവജനമാണെന്ന് അവകാശപ്പെടുന്നവരാണ്. അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിയായിട്ട് വന്ന യഹൂദ ജനങ്ങൾ. അവർ യഹൂദരെന്ന് പറയുന്നുവെങ്കിലും പക്ഷെ അവർ യഥാർത്ഥ ദൈവജനമല്ല. അവർ എന്താ ചെയ്തത്? എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ അല്ല എന്ന് പറയുന്നത്? അവർ സ്മുർണയിലെ ക്രൈസ്തവരെ പീഡിപ്പിച്ചു. ഇപ്പോൾ ക്രിസ്തുവിലുള്ളവരാണ് ദൈവജനം. ആ ക്രിസ്തുവിലുള്ള വ്യക്തികളെ അവിടെ പീഡിപ്പിച്ചു. അവർ ദോഷം ചെയ്തു, കൊലവിളി നടത്തി, ദൈവനാമം ഉപയോഗിച്ച് ദുഷ്കർമ്മം ചെയ്തു. ഞങ്ങളാണ് ദൈവത്തിന്റെ ജനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്കർമ്മം ചെയ്തു. യേശുവിനെ അവിടെ ക്രൂശിച്ചത് മുതൽ ഇങ്ങോട്ട് ദൈവസഭയെ നിരന്തരം പീഡിപ്പിച്ചു. ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തിന്റെ ജനത്തെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. യേശു അവരുടെ ഐഡന്റിറ്റി എക്സ്പോസ് ചെയ്യുകയാണ്, വെളിപ്പെടുത്തി തരികയാണ്. അവർ യഥാർത്ഥത്തിൽ എന്റെ ജനമല്ല. ഇന്ന് ദൈവ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ ജനത്തെ, ദൈവത്തിന്റെ സഭയെ പീഡിപ്പിക്കുന്ന ദൈവജനമെന്ന് പറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ എന്റെ ജനമിൽ അല്ല എന്ന് പറയുന്ന ദൈവത്തിന്റെ ആ ശബ്ദം ഇന്ന് നിങ്ങളുടെ ചെവികളിലും മുഴങ്ങി കേൾക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു കൊള്ളുക. യേശുവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികൾ, യഥാർത്ഥമായി യേശുവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ അവഗണിച്ചു കളയുന്നത് ദൈവം നമ്മളെ അവഗണിച്ചു കളയും. ഇപ്പൊ യേശുവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അവിടെ കഷ്ടതയും ദാരിദ്ര്യവും സങ്കടവും പട്ടിണിയും വരുമ്പോൾ അത് ക്രിസ്തുവിന് വേണ്ടിയിട്ട് സഹിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവരെ നമ്മൾ തള്ളിക്കളയുകയല്ല, അവരെ ചേർത്തുകൊള്ളുക. സ്തോത്രം. യഹൂദരെന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായി. ഇത് യേശുവിന്റെ ഏറ്റവും കഠിനമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. ഈ സാത്താന്റെ പള്ളിക്കാര്, ദൈവത്തിന്റെ വിരുദ്ധതയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തെയാണ് സാത്താന്റെ പള്ളിക്കാരായെന്ന് പറയുന്നത്. ഇന്നും ദൈവജനമാണെന്ന് പറഞ്ഞു നിന്നിട്ട് സാത്താന്റെ പള്ളിക്കാരായി പ്രവർത്തിക്കുന്ന പലരുമുണ്ട്. പറയുന്നത് ദൈവത്തിന്റെ കൂട്ടായ്മ എന്നായിരിക്കും, പക്ഷേ അവിടെ സാത്താന്റെ പള്ളിക്കാരായി പ്രവർത്തിക്കുന്ന പലരും ഉണ്ട്. ഇന്ന് നമ്മുടെ ഇടയിലുമുണ്ട്. നമ്മൾ അതിനെ വിവേചിച്ച് തിരിച്ചറിയുക. അവർ ദൈവനാമം ഉപയോഗിച്ചെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ദൈവത്തിന്റെ വിഭാഗത്തിലുള്ളതല്ല. അവർ ആരെയെങ്കിലും പീഡിപ്പിച്ചാലും ദൈവരാജ്യത്തിൽ ബന്ധമില്ല. അവർ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അവർ നീതിമാർഗം തിരഞ്ഞെടുക്കാതെ സാത്താന്റെ ഉദ്ദേശങ്ങൾ ചെയ്യുന്നവരായി മാറി. അപ്പൊ ദൈവത്തിന്റെ ക്രമത്തിൽ നടക്കുന്ന സഭയെ ഉപദ്രവിക്കുന്നത് അവിടെ ദൈവപ്രകാരം കുറ്റമാണ്. എന്നാൽ ദൈവക്രമം അല്ലാത്ത വ്യക്തികളെ അവിടെ സാത്താൻ പള്ളിക്കാരായി തന്നെയാണ് യേശുവും കാണുന്നത്. നമുക്ക് കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകാം. വീണ്ടും സ്മുർണ സഭയോട് ശക്തമായ വേദന നിറഞ്ഞ ചില വാക്കുകളെ യേശു പറയുകയാണ്. ഇപ്പം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ വേദന നിറഞ്ഞുകൊണ്ട് എന്നാൽ പ്രത്യാശയുമുള്ള ഒരു വചനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 2:10 നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിന്നെ പരീക്ഷിക്കേണ്ടുന്നതിന് പിശാചു നിങ്ങളെ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഇത്രയും പീഡനങ്ങൾ സഹിച്ചു നിൽക്കുന്ന സഭയാണ് സ്മുർണ സഭ. നമ്മൾ നേരത്തെ കണ്ടു. വീണ്ടും അവർക്ക് ഇനിയും സംഭവിക്കാൻ പോകുന്നത് യേശു അവിടെ പറയുകയാണ്. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇനിയും നീ സഹിപ്പാനിരിക്കുന്നത് കണ്ട് നീ പേടിക്കണ്ട.
നീ പേടിച്ചേക്കും, പക്ഷെ നീ ഭയപ്പെടേണ്ട. പരീക്ഷണം വരും, പക്ഷെ നീ ഒറ്റയ്ക്കല്ല. ഉപദ്രവം നടക്കും, പക്ഷേ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ പേടിച്ച് ഭയപ്പെട്ട് നീ ഒറ്റയ്ക്കായി പോയോന്നൊന്നും നീ ചിന്തിക്കേണ്ട. നിന്റെ കൂടെ ഞാൻ ഉണ്ട്. പക്ഷെ നിനക്ക് ഇതൊക്കെ വരും. നിനക്ക് പേടിയും വരും, പരീക്ഷണവും വരും, ഉപദ്രവങ്ങളും ഉണ്ടാകും. ഇന്ന് നമ്മളോടും കൂടിയാണ്, സ്മുർണയോട് മാത്രമല്ല അത് പറയുന്നത്. ഭയപ്പെടേണ്ട, ഭവിഷ്യത്ത് എന്താണ് വരാനിരിക്കുന്നത്. ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ യേശുവിന്റെ കയ്യിൽ തന്നെയാണ്. നീ നശിച്ചു പോകാൻ ഇടവരില്ല. സഹിപ്പാനുള്ളത് കണ്ട് നീ പേടിക്കേണ്ട. കാരണം നിങ്ങൾ പരീക്ഷിക്കേണ്ടുന്നതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നു. അത് പിശാചാണ് ചെയ്യുന്നത്. ഉപദ്രവത്തിന്റെ പിന്നിൽ സാത്താൻ തന്നെ ഉണ്ടെന്ന് യേശു പറയുന്നു. ഇന്ന് ദൈവമക്കൾക്കെതിരെ ചില ഉപദ്രവങ്ങൾ വരുമ്പോൾ, ചില ഭീഷണികൾ വരുമ്പോൾ, ആത്മീയമായിട്ട് വളരാൻ സമ്മതിക്കാതെ കുടുംബത്തിനകത്ത് അലസണ്ടകൾ കൊണ്ടുണ്ടാക്കി വരുന്നത് സാത്താന്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതാണ് വചനത്തിന്റെ വീഡിയോയുടെ ആരംഭ ഭാഗത്തിൽ ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താന്റെ ശക്തിയാണ്, സാത്താനാണെന്ന് യേശു തന്നെ ഊന്നി പറയുകയാണ്. മനുഷ്യർ മാത്രമല്ല, ഇരുട്ടിന്റെ ശക്തികൾ പ്രവർത്തിക്കുന്നു. ഇരുട്ടിന്റെ ശക്തികൾ മനുഷ്യരിലൂടെയും പ്രവർത്തിക്കുന്നു. സ്തോത്രം. പിശാച് നിങ്ങളെ ചിലരെ തടവിലാക്കാൻ പോവുകയാണ്. പരിശോധിക്കുക, സത്യം തിരയുക, വിശ്വാസം റിഫൈൻ ചെയ്യുക, വിശ്വാസത്തെ ശോധന ചെയ്തെടുക്കുക. അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് പിശാച് നിങ്ങളെ അവിടെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സാത്താൻ തകർക്കാൻ ശ്രമിക്കും, പക്ഷെ ദൈവം അതിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കും. ഇന്ന് ഒരു വളരെ വളരെ മർമ്മമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. നമുക്കെതിരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പിശാച് നമ്മളെ ആക്രമിച്ച് ചില കാര്യങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്ത് ദൈവാത്മാവ് നമുക്ക് ആലോചന തന്ന് നമ്മൾ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന 100 കൂട്ടം കാര്യങ്ങൾ വന്നോട്ടെ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ പേടിക്കാതെ മനസ്സിലാക്കണം. നമ്മളെ പരീക്ഷിക്കേണ്ടുന്നതിന് പിശാചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നതെന്ന്. അവിടെ നമ്മൾ തളർന്നു പോയാൽ നമ്മളുടെ വിശ്വാസത്തെ അവിടെ ശോധന ചെയ്തിട്ട് യേശുവിനോടുള്ള സ്നേഹത്തിന്റെ കുറവാണ് അവിടെ വരുന്നത്. പക്ഷെ നമ്മൾ തളർന്നു പോകരുത്. യേശു അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് യേശു ഒരുങ്ങുന്നുണ്ടാകും. സ്തോത്രം. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഈ 10 ദിവസം ലിറ്ററലി 10 days ആണോ എന്നുള്ളതിൽ ഒരു ചോദ്യചിഹ്നം നിൽക്കാണ്. ഈ വചനം നമുക്ക് 2 രീതിയിൽ വിശദീകരിക്കപ്പെട്ടു നോക്കാം. കാരണം വചന പണ്ഡിതന്മാര് പറയുന്ന കാര്യമാണ് ഇത്. 10 എന്ന് പറയുന്നത് പരിധിയിലുള്ള പരീക്ഷണം. അത് ഗ്രീക്കിൽ 10 എന്നത് പലപ്പോഴും ഒരു ലിമിറ്റേഷനെ, ഒരു കൺട്രോൾഡ് പീരീഡിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ നിങ്ങളുടെ പീഡനം ദൈവത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അത് നീണ്ടു പോകില്ല, ഒത്തിരി പോകില്ല എന്നുള്ളൊരു രീതിയിലും എടുക്കാം. 2, സ്മിർന സഭയുടെ ചരിത്രം. അതായത് റോമൻ സാമ്രാജ്യകാലം മുഴുവൻ, 10 ചക്രവർത്തിമാരുടെ ഭരണകാലം മുഴുവൻ എന്നുള്ള ഒരു ചിന്താഗതികളിലേക്കും ചിന്തിക്കുന്ന ഇതുണ്ട്. എന്തായിരുന്നാലും സ്മിർന സഭയില് അങ്ങനത്തെ ഒരു 10 ദിവസം പറയുമ്പോൾ ഞാനിവിടെ ഒരു മനസ്സിലാക്കുന്നത്, ഈ 10 ദിവസം എന്ന് പറയുന്നത് യേശു വരുന്നവരേക്കുമുള്ള കാലഘട്ടമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ, ഈ ഉപദ്രവങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാകും. വിശ്വാസികൾക്കെതിരെ എപ്പോഴും ഉണ്ടാകും. പരീക്ഷണം കടന്നു പോകും. ഇത് താൽക്കാലികമാണ്, പക്ഷെ സ്ഥിരമല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഈ 10 ദിവസം ഉപദ്രവം ഉണ്ടാകുമ്പോൾ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ജീവിതം മാറ്റം വരുമെങ്കിലും എന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നീ മാറരുത്. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ കുറേ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും. നഷ്ടങ്ങൾ മാത്രമല്ല കേട്ടോ, കുറച്ച് സുഖങ്ങളും ഒക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായി വരുമ്പോൾ നമ്മളതിനെ യേശുവിൽ നിന്ന് മാറി പോകരുത്. സമർപ്പണം കാഷ്വൽ ആയിരിക്കരുത്, ഒരു കാഷ്വലായിട്ടുള്ള രീതിയിലായിരിക്കരുത് നമ്മുടെ സമർപ്പണം. മരണത്തെ കടന്നു പോകുന്ന വിശ്വസത നമുക്ക് വേണം. മരണം വന്നാലും ശരി തന്നെ യേശുവിനെ വിട്ട് ഞാൻ പോകില്ല. അങ്ങനൊരു വിശ്വസ്തതയിലേക്ക്, അങ്ങനൊരു ഉറപ്പിലേക്ക് നമുക്ക് നിൽപ്പാൻ ഇടയാകണം. ജീവൻ പോലും വെച്ചു കൊടുക്കേണ്ടി വന്നാലും പിൻവാങ്ങരുത്. നീയും ഞാനും പിൻവാങ്ങരുത്. യേശുവിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കേണ്ടി വന്നാലും സമർപ്പിക്കപ്പെട്ടു കൊടുക്കുക. സ്തോത്രം. ഇതാണ് സ്മിർന സഭയെക്കുറിച്ച് യേശു ഏറ്റവും സ്നേഹിക്കാൻ കാരണമായത്. പീഡിപ്പിക്കപ്പെട്ടവരാണ്, കൊല്ലപ്പെട്ടവരുണ്ട്, പാതാളത്തിൽ ഇറക്കപ്പെട്ടവരുണ്ട്, ക്രൂരമായി നിർവചിക്കപ്പെട്ടവരുണ്ട്. പക്ഷെ അവർ വിശ്വസ്തത കൈവിട്ടില്ല. ഇന്ന് നമ്മളിൽ നിന്ന് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്, സാത്താൻ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന സമയത്ത്
ദൈവം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കും. ദൈവം നമ്മളെ ശുദ്ധീകരിച്ച്, കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ പൊന്ന് ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മൾ ശുദ്ധീകരിച്ച് ദൈവം എടുക്കുന്നുണ്ടാകും. എങ്കിൽ നിങ്ങൾ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിങ്ങൾക്ക് തരും. ജീവകിരീടം, ക്രൗൺ ഓഫ് ലൈഫ്, അതാണ് നിത്യജീവൻ, മരണത്തോട് പൂർണ്ണമായിട്ടുള്ള ജയം, യേശുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്ന ബഹുമതി, ശാശ്വതമായിട്ടുള്ള പ്രതിഫലം, യേശുവിന്റെ സ്വന്തം കൈകൊണ്ട് തന്ന നിത്യമായിട്ടുള്ള മഹത്വം. സ്മരണ സഭ ലോകത്തിൽ ദരിദ്രമായിരുന്നു, പക്ഷെ സ്വർഗത്തിൽ രാജാക്കന്മാരായിരിക്കും. റോമൻ സാമ്രാജ്യം അവരെ കൊന്നു, പക്ഷെ യേശു അവർക്ക് നിത്യജീവൻ നൽകി. ചില കഷ്ടങ്ങളും ചില ഒറ്റപ്പെടുത്തലും ഒക്കെ വരുമ്പോൾ യേശു അവിടെ നമ്മളെ നിത്യജീവൻ അവകാശിയാക്കി മാറ്റുന്ന ജീവകിരീടം നമുക്ക് യേശു തരുന്നുണ്ടാകും. ആ ജീവകിരീടം പ്രാപിക്കാൻ, ജീവകിരീടം നേടുവാൻ വേണ്ടിയിട്ട് നമ്മൾ വിശ്വസ്തനായിട്ടിരിക്കുക. വിശ്വസ്തയോടുകൂടി, ആദ്യ സ്നേഹത്തോടുകൂടി സകല കഷ്ടങ്ങളും വരുമ്പോൾ ആ കഷ്ടങ്ങളിലൊക്കെയും പിടിച്ചു നിൽക്കുക. വിശ്വസ്തയോടുകൂടി നിൽക്കുക, ദൈവത്തിനെ ആശ്രയിച്ച് നിൽക്കുക. വീണു പോകുന്നു എന്ന് തോന്നിയാൽ, ചില വീഴ്ചകൾ ഉണ്ടായാൽ അവിടെയൊക്കെ എത്രയും വേഗത്തിൽ ദൈവത്തോട് നിരന്ന്, കർത്താവിനോട് നിരന്ന് ദൈവത്തിൽ തന്നെ ആദ്യ സ്നേഹത്തിലേക്ക് വന്ന് തിരിഞ്ഞു നിന്നുകൊള്ളുക. അവിടെ ഏറ്റവും പീഡനകളും വേദനയും മരണഭീഷണിയും ഒക്കെ അവരെ അനുഭവിച്ചു കൊണ്ടിരിക്കെ ഇനി അതാണ് വരാൻ പോകുന്നതെന്നുള്ള മുന്നറിയിപ്പും കൊടുത്തിട്ടും യേശു ശക്തമായിട്ടുള്ളൊരു വാഗ്ദാനം അവർക്ക് നൽകിയതാണ്. ആ ജീവകിരീടം നിങ്ങൾക്ക് തരും. 2:11 കടക്കുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. നമ്മളുടെ ഉള്ളിലിരുന്ന് ആത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. സത്യത്തെ ശ്രദ്ധയോടെ ഗ്രഹിക്കണം, ഹൃദയം തുറന്നു സ്വീകരിക്കണം. അവിടെ കൊട്ടി അടച്ചു വെച്ചേക്കുന്ന ഹൃദയമല്ല. പറയുന്നത് ആര് എന്ന് നോക്കാൻ നിൽക്കരുത്. പറയുന്നത് ആരുമായിക്കോട്ടെ, പറയുന്ന കാര്യങ്ങൾ വാസ്തവമുള്ളതാണെങ്കിൽ, വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് ദൈവാത്മാവ് നമ്മളെ ഓർപ്പിച്ച് തന്നുകൊണ്ടിരുന്നാൽ നമ്മൾ അതിനെ ഏറ്റെടുക്കണം. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇത് ആര് പറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജിലേക്ക് പോകുന്നവരാണോ ഇത് പറയുന്നത്, അവര് വലിയ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളതൊക്കെ ഏറ്റെടുക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നത്, ആത്മാവ് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക്, ആത്മാവിൽ നിന്നാണ് ചില കാര്യങ്ങൾ വരുന്നതെങ്കിൽ ആത്മാവിൽ ശോധന ചെയ്തിട്ട് നമ്മൾ അതിനെ നല്ലതിനെ മുറുകെ പിടിക്കണം. ഹൃദയം തുറന്ന് നമ്മൾ അതിനെ സ്വീകരിക്കണം. ജയിക്കുന്നവൻ കഷ്ടത വരുമ്പോഴും ഫെയ്ത്ത് വിട്ടുകളയാത്തവൻ, ഭീഷണി വന്നാലും യേശുവിൽ ഉറച്ചു വിശ്വസിക്കുന്നവൻ, ലോകമെറിഞ്ഞ കൂമ്പാരത്തിലും പിന്മാറ, എന്തെല്ലാം കൂമ്പാരങ്ങളാണ് നമുക്ക് അമ്പുകളായിട്ട് വന്നു കൊള്ളുന്നത്, അതിലെല്ലാം പിന്മാറാത്തവൻ, പരീക്ഷണം വന്നാലും യേശുവിനോടുള്ള ഫസ്റ്റ് ലവ് വിട്ടുപോകാത്തവർ, കഠിന വേദനയിലും സറണ്ടർ ചെയ്ത്, കാരണം പിശാചിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്തത് യേശുവിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്ത്, കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, മരിക്കാൻ എനിക്ക് ഭയമില്ല എന്നുള്ളൊരു മനോഭാവത്തിലെ യേശുവിന് വേണ്ടിയിട്ട് നിൽക്കാൻ തയ്യാറായാൽ, സ്മരണസഭ ശരീരത്തിൽ തളരുകയാണെങ്കിൽ ആത്മാവിൽ ജേതാക്കളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു പറയുന്നത്, ആത്മാവിൽ ജയിക്കുക. ആത്മാവിൽ ജയിച്ചാൽ രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഒന്നാം മരണം ശരീരമരണമാണ്, എല്ലാ മനുഷ്യരും നേരിടുന്ന സാധാരണമായിട്ടുള്ള മരണം. അത് ജനിച്ചാൽ ഒരിക്കൽ നമ്മൾ മരിക്കുന്നുണ്ടാകും. ചില മനുഷ്യർ മരണം കാണാതെയും യേശുവിന്റെ വരവിൽ എടുക്കപ്പെടാം. എന്നാൽ രണ്ടാം മരണം എന്ന് പറയുന്നത് നിത്യവിധിയാണ്. വെളിപ്പാടിന്റെ 20:14 കാണുന്ന രണ്ടാം മരണം അതൊരു തീക്കളമാണ്. ആ തീക്കളത്തിലേക്ക് പോകാതെ അവർക്ക് അങ്ങനെ ആ ഒരു തീക്കളത്തിലേക്ക് എടുത്തിട്ടിട്ട് കയറി വരുമെന്നല്ല, ആ തീക്കളം മൊത്തവും ഇന്ന് ഈ ലോകത്തിലാണ്. ഈ ലോകത്തിലുള്ള തീക്കളത്തിലൂടെ കയറി വന്നവർക്ക് രണ്ടാം മരണം അവരെ പിടിക്കുകയില്ല, അവരെ തൊടുകയില്ല, അവർക്ക് വരികയില്ല എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. പക്ഷേ അവിടെയുള്ള ആ തീക്കളം പോലുള്ള തീക്കളത്തിനകത്താണ് ഇന്ന് വിശ്വാസികൾ, സഭ നിൽക്കുന്നത്. നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അതിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ രണ്ടാം മരണം നമ്മളെ തൊടുകയില്ല. ആ രണ്ടാം മരണം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ രണ്ടാം മരണം ദൈവത്തിൽ നിത്യമായിട്ടുള്ളൊരു വേർതിരിവാണ്. അവിടെ ശാശ്വതമായിട്ട് ഇരുട്ടായിരിക്കും, ദൈവമില്ലാത്ത അവസ്ഥയാണിത്. ഇന്ന് ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ ഉള്ളത്.
എന്നാൽ രണ്ടാം മരണത്തിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥകളാണ് മനുഷ്യർക്കുണ്ടാകുന്നത് എങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ, യേശുവിന്റെ വചനങ്ങളെ അനുസരിക്കാതെ, യേശുവിനെ കർത്താവായി ഏറ്റുകൊള്ളാതെ പോകുന്ന വ്യക്തികൾക്ക് എല്ലാം തന്നെ രണ്ടാം മരണത്തിന് അവകാശികളാണ്. വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ വിശ്വസിച്ച് നിൽക്കുന്ന വ്യക്തികളും ക്രിസ്തുവിന് വേണ്ടിയിട്ട് അവസാനം വരെയും സഹിച്ചു നിൽക്കുന്നവനാണ് രണ്ടാം മരണത്തിൽ ദോഷം വരാത്ത വ്യക്തികളായിട്ടുള്ളത്. അവിടെ രണ്ടാം മരണം വന്നു കഴിഞ്ഞാൽ, രണ്ടാം മരണത്തിലേക്ക് പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിത്യ നരകത്തിലേക്കാണ്, ഇരുട്ടിന്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മൾ പീഡനം നേരിടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ആത്മാവ് സുരക്ഷിതമാണ്. ജനങ്ങൾ നമ്മളെ കൊന്നാലും രണ്ടാം മരണം നമ്മളെ സ്പർശിക്കത്തു പോലുമില്ല. ശരീരമരണം വരാം, പക്ഷെ നിത്യജീവൻ നമുക്ക് ഉറപ്പാണ്. നമ്മൾ വിശ്വാസികൾ അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ലോകം നിങ്ങളിൽ വിധി തീർക്കാം, പക്ഷെ ദൈവത്തിന്റെ വിധി നമ്മളെ ബാധിക്കില്ല. ദൈവത്തിന്റെ വിധി എന്ന് പറയുന്നത് യേശുവിന്റെ കൂടെ ചേർന്ന് നിന്നുള്ളൊരു ജീവിതമാണ്. ദൈവത്തിന്റെ വിധി വരുന്നത് രണ്ടാം മരണത്തിന് നമ്മളെ തൊടുവാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, രണ്ടാം മരണത്തിലേക്ക് പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. യേശു ക്രിസ്തുവിൽ ജീവിച്ചു കൊള്ളുക. ക്രിസ്തുവിനെ വിട്ടൊരു നിമിഷവും പിരിഞ്ഞിരിക്കുന്ന ഒരു നിമിഷവും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുക. വീണ്ടും അടുത്ത സഭയിലേക്ക് ക്രിസ്തുവിന്റെ ദൂത് എഴുതാൻ വേണ്ടിയിട്ട് യോഹന്നാനോട് പറയുകയാണ്. അടുത്ത പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാളുള്ളവൻ അരുളി ചെയ്യുന്നത്. മൂന്നാമത്തെ സഭയാണ് പെർഗമോസ്. സഭയുടെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നു. വെളിപ്പാട് 2:12. ഇത് വളരെ തൂക്കമുള്ള, തിരുത്തലും പ്രശംസയും ചേർന്ന ഒരു സന്ദേശമാണ് നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ കടക്കുകയാണ്.